ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. 21-ാം തീയതിയാണ് നമ്മൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ഫിസിക്സ് പരീക്ഷ. ഒരു വർഷത്തെ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പിച്ചോ മക്കളെ, A+ അല്ല മുഴുവൻ മാർക്കാണ് ലഭിക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ഇനി അങ്ങോട്ടുള്ള ഒരു 3 ലൈവുകൾ ഗംഭീരമായി തന്നെ കാണുക. 19-ാം തീയതി അഥവാ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈവ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 7 അവേഴ്സിൽ 7 മണിക്കൂർ കൊണ്ട് നമ്മുടെ മുഴുവൻ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ്ലി ക്രാക്ക് ചെയ്യുന്ന തരത്തിൽ, അതിന്റെ കോൺസെപ്റ്റുകൾ സ്ട്രോങ് ആക്കുന്ന തരത്തിൽ ഒരു ഗംഭീരമായ ലൈവ് ഇന്ന് രാത്രി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതിനുശേഷം 20-ാം തീയതി 100% ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാനും JK സാറും വരുന്നുണ്ട്. എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അവിടെ തീരുന്നില്ല. എക്സാമിന് രാവിലെ കൃത്യം 6 മണിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു 25 ചോദ്യങ്ങൾ കൂടിയായിട്ട് അണ്ണൻ വീണ്ടും വരുന്നതായിരിക്കും. അതൊരു എക്സാം ബൂസ്റ്റർ ലൈവ് ആയിരിക്കും. അതായത് ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്ത കുട്ടികൾക്ക് ഒരു സെക്കൻഡ് ഡോസ് വാക്സിൻ നമ്മൾ കോവിഡ് ടൈമിൽ കൊടുത്തില്ല. അതുപോലെ തന്നെ എക്സാം ഹാളിലോട്ട് കയറി ചെല്ലുന്നതിന് മുൻപായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വേറെയും കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് എക്സാം ബൂസ്റ്ററിനകത്ത് രാവിലെ മോർണിംഗ് ലൈവിനകത്ത് ഞാൻ വരാനിരിക്കുന്നത്. സോ ഈ പറയുന്ന 3 ലൈവുകളും കൃത്യമായിട്ട് നിങ്ങൾ കാണണം. ഇതിനകത്തുള്ള മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കണം. അതുമാത്രം നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി കൂടി ചെയ്താൽ മതിയാവും. അതിനപ്പുറം നമ്മുടെ ചാനലിനകത്ത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ കുറേ കോണ്ടന്റ് വീഡിയോസ് ഉണ്ടാവും, കുറേ ക്വസ്റ്റ്യൻ പ്രിഡിക്ഷൻസ് ഉണ്ടാവും. ഇതൊക്കെ വരാൻ സാധ്യതയുള്ളവയാണ്. കാരണം ഞങ്ങൾ ആരും ചോദ്യപേപ്പർ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ, ഓണപരീക്ഷയുടെയും അവസാനം ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന ചോദ്യങ്ങളാണ്, പരീക്ഷയ്ക്ക് വരാൻ ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഇത്തരം വീഡിയോയിൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ ഗംഭീരമായി തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. റൈറ്റ്. സോ 2025 ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. പ്രോപ്പർലി ഒത്തന്റിക്കലി ചോദ്യങ്ങൾ വരാൻ പോസിബിലിറ്റി അനുസരിച്ചാണ് നമ്മളിവിടെ പറയാനിരിക്കുന്നത്. സോ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങൾ അതിന് മുൻപുള്ള ഒരു എക്സാം ആയി തന്നെ ഈ ഒരു ചോദ്യ പേപ്പറെ കൃത്യമായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. കാരണം ഓരോ ചോദ്യങ്ങളും വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. സോ നിങ്ങൾ ഇതിന്റെ ഉത്തരങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര പേർക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്നുണ്ട് എന്ന കാര്യം ഉറപ്പായും ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകരുത്. സോ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് എന്റെ മക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ്. ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് ചോദ്യം വരുന്നത് എന്ന വ്യക്തത, എന്ന കൃത്യത നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. സോ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, ആദ്യത്തെ ചാപ്റ്റർ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഏകദേശം 9 മാർക്കിന്റെ ചോദ്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. മാഗ്നറ്റിക് എഫക്ട് കമ്പാരിറ്റീവ്ലി ചെറിയ ചാപ്റ്റർ ആണ്. 5 മാർക്കിന് ചോദ്യം നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. 5 മാർക്ക് എന്ന് പറഞ്ഞാൽ അത്ര കുറഞ്ഞ മാർക്കൊന്നും അല്ല, ഇമ്പോർട്ടന്റ് തന്നെയാണ് ആ ചാപ്റ്ററും. റൈറ്റ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എഗെയിൻ 9 മാർക്ക്. എഗെയിൻ 9 മാർക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന 3-ാമത്തെ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാം. റിഫ്ലക്ഷനിൽ നിന്ന് 6 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. റിഫ്രാക്ഷനിൽ നിന്ന് അടുത്തൊരു 9 മാർക്കിന്റെ ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിൽ 3 ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 9 മാർക്കാണ്. അത് മനസ്സിൽ ഉറപ്പിക്കണം. അതിനുശേഷം വിഷനിൽ നിന്ന് 7 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. സിമിലർ വേ എനർജി മാനേജ്മെന്റിൽ നിന്ന് 5 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് വരും. സോ ഈ കാര്യം, ഈ ഒരു വ്യക്തത നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. വെയിറ്റേജ് തിരിച്ചറിഞ്ഞു വേണം പഠിക്കാൻ. കാരണം പല കുട്ടികളും അവസാനത്തെ ചാപ്റ്ററിന് എനർജി മാനേജ്മെന്റ് മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കാറുണ്ട്. പക്ഷെ ആ ചാപ്റ്ററിന് അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വെയിറ്റേജ് കൂടിയ വേറെയും ചാപ്റ്റേഴ്സ് ഉണ്ട്. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണെങ്കിലും EMI ആണെങ്കിലും റിഫ്രാക്ഷൻ ആണെങ്കിലും ഒക്കെ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. ഇത് നിങ്ങൾ പഠിക്കുക. റൈറ്റ്. ഇനി നമ്മൾ കിടക്കാൻ പോകും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ടാണ്. നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്ന ആ ക്വസ്റ്റ്യൻ പാറ്റേണിൽ തന്നെയായിരിക്കും പബ്ലിക് എക്സാമിനും ചോദ്യം വരാനിരിക്കുന്നത്. സോ ആ വെയിറ്റേജ് സിസ്റ്റം ഫോളോ ചെയ്ത് അതേപോലൊരു കിഡിലൻ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്നത്. സോ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കാം. ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്ക് അതിന്റെ ഉത്തരം പറയാൻ സാധിക്കുമോ എന്ന കാര്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. സോ മക്കളെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം. ഓരോ സെക്ഷൻസും പ്രോപ്പർലി നമ്മൾ അനലൈസ് ചെയ്ത് ഓരോ ചോദ്യങ്ങളും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എത്രത്തോളം ഉത്തരം എഴുതണം, എന്താണ് ഉത്തരങ്ങൾ എന്ന കാര്യമാണ് പരിശോധിക്കാൻ പോകുന്നത്. ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കുകയാണ്. ആദ്യത്തെ സെക്ഷൻ എ 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനകത്ത് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. ഏതെങ്കിലും ഒരു 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതിയാവും. അഥവാ 5 ചോദ്യങ്ങളിൽ സെലക്റ്റീവായിട്ട് 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാം. സോ എല്ലാ ചോദ്യങ്ങളും ഒന്നും മനസ്സിരുത്തി വായിച്ചിട്ട് വേണം നിങ്ങൾ പ്രോപ്പർ എക്സാമിനാണെങ്കിലും ഇവിടെയാണെങ്കിലും നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. സെലക്റ്റീവായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവയ്ക്ക് ഉത്തരം എഴുതാം. എല്ലാം എനിക്ക് അറിയുന്നവയാണെന്ന് വെച്ചാൽ എല്ലാം എഴുതി വെച്ചോ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, റൈറ്റ്. സോ ഗൈസ്, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ,
വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് ഇൻ എ ഹൗസ് ഹോൾഡ് സർക്യൂട്ട്? നമ്മുടെ വീട്ടിലുള്ള സർക്യൂട്ടിൽ വീട്ടിൽ ഉള്ള എനർജി കൺസപ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വീടുകളിലുള്ള വൈദ്യുതോർജ്ജം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് മക്കളെ? നമ്മുടെ സ്വന്തം വാട്ട് മീറ്റർ ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പഠിച്ച കാര്യമാണ്, കൃത്യമായി തന്നെ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ നല്ല കാഴ്ചയുള്ള ഒരാളുടെ കണ്ണിന്റെ നിയർ പോയിന്റ് എത്രയാണ്, ഫാർ പോയിന്റ് എത്രയാണ്? നമ്മുടെ സ്വന്തം 6ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ് എന്നുള്ള ചോദ്യമാണ്, എല്ലാവരും പഠിക്കേണ്ടതാണ്. നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വ്യക്തമായി കാണാൻ സാധിക്കുന്ന അടുത്തുള്ള ദൂരമാണ് നിയർ പോയിന്റ് എന്ന് പറയുക. അത് 25 സെന്റിമീറ്റർ ആണ്. ഫാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അകലെയുള്ള ദൂരമാണ്, അത് ഇൻഫിനിറ്റിയാണ്. രണ്ടും എൻ്റെ മക്കൾക്ക് അറിയാം. അടുത്തത്, ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ ഹൂസ് റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് 32 സെന്റിമീറ്റർ. ഒരു കോൺകേവ് ദർപ്പണമുണ്ട്, അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ, വക്രത ആരം എന്ന് പറഞ്ഞാൽ 32 സെന്റിമീറ്റർ ആണ്. ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ദൂരം കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ റിഫ്ലക്ഷൻ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. F=r/2 ആണ്. പക്ഷെ കോൺകേവ് മിറർ ആയതിനാൽ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ, വക്രതാരം നെഗറ്റീവ് ആണ്. സോ -32/2 എന്ന് വരും. -16 ആണ് നമ്മുടെ ഉത്തരം വരിക. സെറ്റ്. അടുത്തതിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യം ഇതുപോലെ തന്നെ 50 A+ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ലൈവിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. സോ ഇത് കാണാത്തവരാണെങ്കിൽ ഉറപ്പായും ഇതൊന്ന് കാണുക, ആ ലൈവ് മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, റൈറ്റ്. സോ എന്താണ് ക്വസ്റ്റ്യൻ? നമ്മുടെ സ്വന്തം റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ഓറിയന്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട്, പക്ഷെ അതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശയാണ് നൽകിയിരിക്കുന്നത്. വൈദ്യുതിയുടെ ദിശ എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളായി നമുക്ക് ചെയ്യാമല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. സോ ഒരു കണ്ടക്ടറിലൂടെ കറന്റ് ക്യാരി ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ആ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമ്മുടെ സ്വന്തം കറണ്ടിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും മക്കളെ? ഒരു സംശയവും വേണ്ട, കറണ്ട് ഈസ് ഫ്രം B to A ആയിരിക്കും. കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് എയിലോട്ടായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. കൃത്യമായി മനസ്സിലാക്കി വെച്ചോ, വ്യക്തമായി പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ സ്റ്റേറ്റ് ചെയ്യാൻ കൂടി എന്റെ മക്കളെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്തത്, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈവൻ ഫീബിൾ കറണ്ട്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. വളരെ നേർത്ത കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നിങ്ങൾക്ക് എത്ര മാർക്ക് ടോട്ടലി അറ്റ് ദ എൻഡ് കിട്ടുന്നു എന്ന കാര്യം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആണോ, നിങ്ങൾക്ക് ഉത്തരം പറയാൻ അറിയുന്ന ചോദ്യങ്ങളാണോ എന്ന് നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. സോ ഇത് 1 മാർക്കിന്റെ അടുത്തൊരു ചോദ്യമാണ്, അവസാനത്തെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നേർത്ത കറണ്ടിന്റെ അളവും അതിന്റെ ദിശയും മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് മക്കളെ? ഗാൽവനോമീറ്റർ ആണ്. എല്ലാവരും അറിഞ്ഞിരിക്കണം, എല്ലാവരും പഠിച്ചിരിക്കുന്ന സീരീസ് ഗാൽവനോമീറ്റർ. റൈറ്റ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓറിയന്റഡ് ആയ ചോദ്യമായിരുന്നു. 5 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി, അത്രയേ നമുക്ക് വേണ്ടുള്ളൂ. അത് കൃത്യമായിട്ട് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സോ ഗൈസ്, 2 മാർക്കിന്റെ സെക്ഷനിൽ ഏറ്റവും പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കോൺകേവ് മിറർ ഓറിയന്റഡ് ആയ ചോദ്യമാണ്, റിഫ്ലക്ഷൻ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഇവിടെ എത്രയാണ്? 40 സെന്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഇവിടെ തുല്യമാണ്, 40 സെന്റിമീറ്റർ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഫോക്കൽ ദൂരമാണ്. നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിലെ ഒരു കോൺകേവ് മിററിന്റെ മുന്നിൽ സെന്റർ ഓഫ് കർവേച്ചറിൽ, വക്രതാ കേന്ദ്രത്തിൽ വെക്കുമ്പോഴാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഈക്വൽ ആയിട്ട് വരിക. ഒരു സംശയമില്ലാലോ. സോ അവിടെ തന്നെയായിരിക്കും ഇമേജും ഫോം ചെയ്യുക. സോ ആ ദൂരം അഥവാ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് 40 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്നത്. കോൺകേവ് മിറർ ആയതിനാൽ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ നെഗറ്റീവ് ആയിരിക്കും. സോ R = -40 ആണ്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ അതിന്റെ പകുതി എടുത്താൽ പോരെ, അത്രയേ ഉള്ളൂ പരിപാടി. ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്, പഠിക്കേണ്ടതാണ്, വെരി ഇമ്പോർട്ടന്റ്. റൈറ്റ്. അടുത്ത 2 മാർക്കിന്റെ ചോദ്യം. ഈ ചോദ്യം 50 A+ ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയിൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്ത ചോദ്യമാണ്. ജൂൾസ് ലോ ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ ആണ്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂട്ടിയാൽ ഹീറ്റിന് എന്തു മാറ്റം സംഭവിക്കുമെന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും, H = V²/R × T ഉപയോഗിച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. ഇവിടെ എന്താണ്? റെസിസ്റ്റൻസ് കൂട്ടുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, റെസിസ്റ്റൻസ് കൂട്ടിയാൽ ഹീറ്റ് എന്ത് ചെയ്യും? ഹീറ്റ് കുറയും, ഡിക്രീസസ്. ഒരു സംശയവും ഇല്ലാത്ത ചോദ്യമാണ്, പഠിക്കേണ്ടതാണ്, വെരി 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 ഇമ്പോർട്ടന്റ്. റൈറ്റ്. ഇൻക്രീസിംഗ് ദ റെസിസ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ് എന്നാണ് പറയുന്നത്. പ്രതിരോധം കൂട്ടിയാൽ താപം കുറയും, അതാണ് ഉത്തരം. പക്ഷേ ഈ എക്സ്പ്ലനേഷൻ കൃത്യമായി കൊടുക്കാൻ നിങ്ങൾക്കറിയണം. ജൂൾസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് എന്റെ മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത, വാട്ട് ഡു യു മീൻ ബൈ പവർ ഓഫ് ലെൻസ്? എന്റെ മനസ്സ് പറയുന്നു പരീക്ഷയിൽ ഏറ്റവും പോസിബിലിറ്റി ഉള്ള അടുത്തൊരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. പവർ ഓഫ് ലെൻസ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ. എന്താണ് പവർ എന്ന് പറഞ്ഞാൽ? നമുക്ക് എല്ലാവർക്കും അറിയാം, പവർ എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ് പവർ എന്ന് പറയുന്നത്. പലകുറി പഠിപ്പിച്ചെന്നാണ്. P = 1/F ആണ്.
പവറിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അത് ഡയോപ്റ്റർ ആണ്. ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ് ചെയ്യേണ്ടത് മീറ്ററിലാണ്. ഈ ചോദ്യവും 50 ക്വസ്റ്റ്യൻസിനകത്ത് ഉണ്ടായിരുന്നു. സോ ഇവിടെ നമുക്ക് ഫോക്കൽ ലെങ്ത് അവർ നൽകിയിട്ടുണ്ട്. എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ദൂരം നൽകിയിരിക്കുന്നത്. പവർ കണ്ടുപിടിക്കണം. നമുക്കറിയാം നമ്മൾ സെന്റിമീറ്ററിലല്ല ഫോക്കൽ ലെങ്ത് പറയാറുള്ളത്, മീറ്ററിലാണ്. സോ അതിനാൽ തന്നെ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻² കൊടുത്തിട്ട് മീറ്ററിലോട്ട് മാറ്റണം. എന്നിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു കോൺകേവ് ലെൻസ് ആണ് എന്ന കാര്യം അവർ എടുത്തു പറയുന്നു. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. സോ -25 സെന്റിമീറ്റർ. മീറ്ററിലോട്ട് മാറ്റുമ്പോൾ -25 × 10⁻² ചെയ്യണം. അപ്പോൾ പവർ ഈക്വൽ ടു 1 / -25 × 10⁻². 10⁻² മുകളിലോട്ട് പോകുമ്പോൾ 10² / -25 എന്ന് വരും. ദാറ്റ് ഈസ് 100 / -25. ആൻസർ എത്രയാണ്? -4 ഡയോപ്റ്റർ. ഇതായിരിക്കും ഉത്തരം. സോ എല്ലാ ന്യൂമറിക്കലിന്റെ ആൻസർ ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് മെത്തേഡ് പറഞ്ഞിരുന്നു. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓൾ സെറ്റ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്. 2 മാർക്കിന് പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യമാണ്, പഠിക്കേണ്ടതാണ്. അടുത്തത് 9ാമത്തെ ചോദ്യത്തിലൂടെ അടക്കാം. വൈ ഡസ് ന്യൂട്ടൺ കളർ ഡിസ്ക് അപ്പിയേഴ്സ് ടു വൈറ്റ് വെൻ ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് അറ്റ് ഹൈ സ്പീഡ്? ന്യൂട്ടന്റെ കളർ ഡിസ്ക് വേഗത്തിൽ കറക്കുമ്പോൾ എന്തുകൊണ്ടാണ് വെള്ള നിറത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്? ന്യൂട്ടന്റെ കളർ ഡിസ്കിനകത്ത് വ്യത്യസ്തമായ കളേഴ്സ് ഉണ്ട്, പക്ഷെ അത് വേഗത്തിൽ കറക്കുന്ന സമയത്ത് നമുക്ക് വെള്ള നിറത്തിലാണ് അത് കാണാൻ സാധിക്കുക. അതിന്റെ റീസൺ എന്താണ് മക്കളെ? എല്ലാവർക്കും അറിയണം, എല്ലാവരും പഠിക്കണം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. വീക്ഷണ സ്ഥിരത എന്നൊക്കെ പറയില്ലേ, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. നമുക്കറിയാം, ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ കണ്ണിലത് 1/16 സെക്കൻഡ് ആയിരിക്കും നിലനിൽക്കുക, അല്ലെങ്കിൽ 0.0625 സെക്കൻഡ് ആയിരിക്കും നിലനിൽക്കുക. സോ അതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ നിറങ്ങളും കൂടിച്ചേർന്ന വെള്ള നിറത്തിൽ ന്യൂട്ടന്റെ കളർ ഡിസ്ക് വേഗത്തിൽ കറക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആ ടൈം നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. 1/16 സെക്കൻഡ് മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കണം. അടുത്തത് നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റൻ ആണ്. എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. എനർജി മാനേജ്മെന്റ് ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ ആണ്. കോളിനെ നമുക്ക് 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. പീറ്റ്, ലിഗ്നൈറ്റ്. ബാക്കിയുള്ള 2 എന്താണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കാറ്റഗറൈസേഷൻ നടന്നിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ള 2 എന്ന് വെച്ചാൽ ആന്ത്രസൈറ്റും ബിറ്റുമിനസ് കോളവും ആണ്. കാർബൺ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു കാറ്റഗറൈസേഷൻ നടന്നിരിക്കുന്നത്. പഠിക്കേണ്ടതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റിലോട്ട് കടന്നാലോ? 3 മാർക്കിന്റെ സെക്ഷനിലോട്ട് കടന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് 3 മാർക്കിന്റെ കാറ്റഗറിയിൽ. 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചെടുക്കാൻ പോകുന്നത്. ഈ ചോദ്യം നിങ്ങൾ പലകുറി കണ്ടതായിരിക്കും. സെൽഫ് ഇൻഡക്ഷൻ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്, പലകുറി പഠിച്ച ചോദ്യം കൂടിയാണ്. അതായത് ഇവിടെ ഒരു 3 സർക്യൂട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരേ നീളത്തിലുള്ള വയേഴ്സ് ആണ് അവിടെ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ 3ലുള്ള ബ്രൈറ്റ്നസ് ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ ആണ്. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു എക്സസൈസ് ക്വസ്റ്റൻ ആണ്, പഠിക്കേണ്ടതാണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്. സോ ഇവിടെ AC സപ്ലൈ കൊടുക്കുമ്പോൾ മാത്രമേ ആ ബൾബിന്റെ ബ്രൈറ്റ്നസിൽ മാറ്റം വരത്തുള്ളൂ. കാരണം അവിടെ സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ്. ബാക്ക് EMF ഡെവലപ്പ് ചെയ്യും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോട്ടെ. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയിൽ ഉറപ്പാണ് ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ. റൈറ്റ്. അടുത്ത ഇതേ ചോദ്യം ഞാൻ ആ 50 ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെടുത്തിയ ചോദ്യമാണ്. റെസിസ്റ്റേഴ്സ് ഓറിയന്റഡ് ആയ ചോദ്യം ഉറപ്പായും പരീക്ഷയിൽ ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്, വളരെ പോസിബിലിറ്റി ഉണ്ട്. ഏത് രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും മിനിമം റെസിസ്റ്റൻസ് കിട്ടുക? ഏത് രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം റെസിസ്റ്റൻസ് ലഭിക്കുക? പാരലൽ കണക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? സീരീസ് കണക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് പാരലലി ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന ധാരണ, എന്ന വ്യക്തത നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്താണ്, പഠിക്കേണ്ടതാണ്, വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു കാറ്റഗറി എല്ലാവരും കൂടുതൽ ശ്രദ്ധ കൊടുക്കണേ. റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അവർ നൽകിയിട്ടുണ്ടാവും. ഇതിലോട്ട് എത്തിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പലകുറി പരീക്ഷകളിൽ ചോദിച്ചാണ്, ഇനിയും ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഓറിയന്റഡ് ആയ ഒരു ചോദ്യമാണ്. ഒരു ലെൻസിലൂടെയുള്ള ഇമേജ് ഫോർമേഷന്റെ ഒരു പകുതി റേ ഡയഗ്രാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് ഏത് തരം ലെൻസ് ആണ് എന്നാണ് ചോദ്യം. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഇതൊരു കോൺവെക്സ് ലെൻസ് ആയിരിക്കും. കാരണം കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ പാരലലി വരുന്ന ലൈറ്റ് റേ ഫോക്കസിലൂടെ കടന്നു പോകത്തുള്ളൂ. സോ ദിസ് ഈസ് എ കോൺവെക്സ് ലെൻസ്. ഒരു ഡൗട്ടും വേണ്ട, ദിസ് ഈസ് എ കോൺവെക്സ് ലെൻസ്. സംശയമില്ലല്ലോ. ഈ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുക, അവിടെയുള്ള ഇമേജിന്റെ ഫീച്ചേഴ്സ് പറയുക എന്നൊക്കെയാണ് പരീക്ഷകൾ ചോദിക്കാറുള്ളത്. സോ നിങ്ങൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറച്ച് റേ ഡയഗ്രാംസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുന്ന കുറച്ച് മെയിൻ കാര്യം എന്ന് വെച്ചാൽ സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ 2F വെക്കുമ്പോഴുള്ള ഇമേജ് ഫോർമേഷൻ. സിമിലർ വേ ഒപ്റ്റിക് സെന്ററിനും പോളിനും ഇടയിൽ, ഒപ്റ്റിക് സെന്ററിനും ഫോക്കസിനും ഇടയിൽ, അതേപോലെ തന്നെ മിററിൽ വരുമ്പോൾ എങ്ങനെയാണ്, പോളിനും ഫോക്കസിനും ഇടയിൽ, ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക.
ഇവയാണ് കൂടുതലും കണ്ടുവരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ 2F വെക്കുന്ന സാഹചര്യം, ഒപ്റ്റിക് സെന്ററും ഫോക്കസിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മിറർ ആണെങ്കിൽ പോളിലും ഫോക്കസിനും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോഴുള്ള കേസ്. ഇതൊക്കെ ഒന്ന് കൃത്യമായി പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് 14ാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, മിറർ ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ ആണ്. സെന്റർ ഓഫ് കർവേച്ചറിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഇമേജ് ഫോർമേഷൻ കൃത്യമായി തന്നെ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇമേജിന്റെ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കേണ്ട ചോദ്യമാണ്. ചോദ്യം ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്ത കാര്യം, എനർജി മാനേജ്മെന്റ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. സോളാർ സെല്ലിനകത്തുള്ള മെയിൻ കമ്പോണന്റ് എന്താണ് പഠിപ്പിച്ചു വന്ന കാര്യമാണ്. PN ജംഗ്ഷൻ ഡയോഡാണ്. സോളാർ സെല്ലിനകത്തുള്ള എനർജി ചേഞ്ച് എന്താണ്. അതുപോലെ തന്നെ സോളാർ പാനൽ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഏതാണ്. സാറ്റലൈറ്റ് ആണ്. സോളാർ പാനൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. മെയിൻ കമ്പോണന്റ് PN ജംഗ്ഷൻ ഡയോഡാണ്. സോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് എന്തായാലും പഠിക്കണം. ഇതല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇതിന്ന് ചോദ്യം വരും. അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ ചോദിക്കും. ന്യൂക്ലിയർ റിയാക്ടറിനകത്തുള്ള മെയിൻ പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ്. ആൽഫ ബീറ്റ ഗാമ പാർട്ടിക്കിൾസ് ആണെന്നുള്ള കാര്യം അറിയാം. ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്താണ്, ന്യൂക്ലിയർ ഫിഷൻ ആണെന്നുള്ള കാര്യം അറിയാം. അതിൻ്റെ ഫ്യൂവൽ എന്തായിട്ട് യൂസ് ചെയ്യാം. ഫ്യൂവൽ നമുക്കറിയാം യുറേനിയം ആയിട്ട് യൂസ് ചെയ്യാം. അതിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്. ഇത്തരം ചോദ്യങ്ങൾ പലകുറി പരീക്ഷകളിൽ ചോദിച്ചാണ്. ന്യൂക്ലിയർ റിയാക്ടർ പഠിക്കാം. സിമിലർലി സോളാർ സെല്ലിനും വലിയൊരു പ്രാധാന്യം കൊടുക്കുക കേട്ടോ. എല്ലാത്തും പഠിക്കണം. തെർമൽ ആണെങ്കിലും തെർമൽ പവർ പ്ലാന്റ്സ് ആണെങ്കിലും എല്ലാം പഠിക്കണം. ഹൈഡ്രോ ഇലക്ട്രിക് ആണെങ്കിലും പഠിക്കണം. പക്ഷേ ഇവയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ആ ന്യൂക്ലിയർ റിയാക്ടറിന്റെ റേഡിയേഷൻ ഒരു പടം കൂടിയുണ്ട്, അതും പഠിച്ചു വെക്കണം. റൈറ്റ്. അടുത്ത ലാസ്റ്റ് സെക്ഷനിലോട്ട് കിടക്കുന്നു. സെക്ഷൻ ഡിയിലോട്ട് കിടക്കുന്നു. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ ചോദ്യം ഞാൻ വർക്കൗട്ട് ചെയ്താണ് 50 ക്വസ്റ്റ്യൻസിനകത്ത്. നമ്മുടെ സ്വന്തം കറണ്ടും ചാർജും റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. ഹീറ്റ് കണ്ടുപിടിക്കുന്ന പോലെ ജൂൾസ് ലോന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. പവർ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ, എല്ലാം കൂടി കമ്പൈൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹീറ്റിന്റെ ഇക്വേഷൻസ് ഒക്കെ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. H=I² RT, H=V² R/T, H=VIT. ഇതെല്ലാം ഹീറ്റിന്റെ ഇക്വേഷൻസ് ആണ്. ഇതെല്ലാവർക്കും തറവായിരിക്കണം. പവറിന്റെ ഇക്വേഷൻ ആണെങ്കിൽ P=VI, P=I² R, P=V²R. ഇതെല്ലാവർക്കും അറിഞ്ഞിരിക്കണം. കറണ്ടും ചാർജിന്റെ ഇക്വേഷൻ ആണെങ്കിൽ I=Q/T. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ഓംസ് ലോ ആണെങ്കിൽ I=V/R. എല്ലാ ഇക്വേഷൻസും എൻ്റെ മക്കളുടെ മനസ്സിൽ വേണം. ഇക്വേഷൻസ് ഓറിയന്റഡ് ആയ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. കൂളായിരിക്കും കേട്ടോ. അടുത്തത് അതിന്റെ മലയാളമാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ചാപ്റ്റർ ഓറിയന്റഡ് ആയ ഒരു കിഡിലൻ ചോദ്യമാണ്. ലൗഡ് സ്പീക്കർ ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ ആണ്. കാരണം മോഡൽ എക്സാമിന് മോട്ടറാണ് ചോദിച്ചത്. സോ ലൗഡ് സ്പീക്കർ ചോദിക്കാൻ വലിയ പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. സോ ലൗഡ് സ്പീക്കർ ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ ആണ്. അതിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ വർക്കിംഗ്, അതിന്റെ പാർട്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. എനർജി ചേഞ്ച് അറിഞ്ഞിരിക്കണം. റൈറ്റ്. മെക്കാനിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ലൈക്ക് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എങ്ങനെയാണ് ഒരു ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുന്നത്. മെക്കാനിക്കൽ എനർജി അല്ല, അപ്പം ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു. ആ ഒരു എനർജി ചേഞ്ച് കൃത്യമായി തന്നെ മനസ്സിലാക്കുക, പഠിച്ചു വയ്ക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പാർട്സും നിങ്ങൾക്കറിയണം. എന്താണ് ഡയഫ്രം, എന്താണ് വോയിസ് കോയിൽ, അങ്ങനെയുള്ള കൃത്യമായ വ്യക്തമായ ധാരണ എൻ്റെ മക്കൾക്ക് വേണം കേട്ടോ. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റിഫ്രാക്ഷൻ ഓറിയന്റഡ് ആയ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റൻ ആണ്. എന്തായാലും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇമേജ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത്, മാഗ്നിഫിക്കേഷൻ, ഹൈറ്റ് ഓഫ് ദി ഇമേജ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം, വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ആ ഫോർമുലാസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അത് ഓറിയന്റഡ് ആയ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അടുത്തതിലോട്ട് കിടക്കുന്നു 19ാമത്തെ ചോദ്യം. 100% ഉറപ്പ് പറയാൻ സാധിക്കുന്ന ചോദ്യമാണ്. റെയിൻബോ ഫോർമേഷൻ. അതിനകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണ്. ഒന്നാമത്തെ പ്രോസസ്സ് എന്താണ്, അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന രണ്ടാമത്തെ പ്രോസസ്സ് എന്താണ്, ഇവിടെ നടക്കുന്ന മൂന്നാമത്തെ പ്രോസസ്സ് എന്താണ്, കൃത്യമായിട്ട് നിങ്ങൾക്കറിയണം. എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ എന്ന് പറഞ്ഞു വെച്ചാൽ ഡിസ്പോഷൻ ആണ്, രണ്ടാമത്തെ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്, മൂന്നാമത്തെ റിഫ്രാക്ഷൻ ആണ് എന്ന കാര്യം നിങ്ങൾക്കറിയണം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന വ്യക്തമായ കാര്യം നിങ്ങൾക്കറിയണം. സോ ആ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. എന്താണ് എക്സ്, അതുപോലെ തന്നെ എയർപ്ലെയിൻ നോക്കുമ്പോൾ ഷേപ്പ് എന്താണ്, സർക്കുലർ ഷേപ്പാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ഇങ്ങനത്തെ പല പല ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ സൂര്യൻ എവിടെയാണോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റെയിൻബോ ഉണ്ട്, ഈസ്റ്റ് വെസ്റ്റ്. ലൈക്ക് നമ്മളത് അതേപോലത്തെ ചോദ്യങ്ങൾ പഠിപ്പിച്ചാണ്. സോ അതും പഠിച്ചു വയ്ക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്ന ചോദ്യ പേപ്പറിൽ ജനറേറ്റർ ഓറിയന്റഡ് ആയ ചോദ്യം ഉറപ്പാണ്. ഇവിടെ AC ജനറേറ്റർ ആണ് ആക്ച്വലി നൽകിയിരിക്കുന്നത്. അതിനു പകരം ഓർ അടുത്ത വരാൻ സാധ്യതയുള്ള DC ജനറേറ്റർ വരാം.
AC അല്ലെങ്കിൽ DC ജനറേറ്ററിന്റെ ചിത്രം നൽകിയിട്ട് ഇതേപോലെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇത് ഏത് തരം ജനറേറ്റർ ആണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക, ഔട്ട്പുട്ട് വരയ്ക്കുക, അതിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്, ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. മനസ്സിരുത്തി പഠിക്കുക. സോ ഇതാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള പല ചോദ്യങ്ങളും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ സാധ്യതയുണ്ട്. എല്ലാം വരുമെന്ന് വെച്ചാൽ എല്ലാം ഒന്നും വരത്തില്ല, പക്ഷേ ഭൂരിഭാഗം ചോദ്യങ്ങളും വരാൻ പോസിബിലിറ്റി ഉള്ളവയാണ്, പഠിക്കേണ്ടവയാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ മടി കാണിക്കരുത്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. സോ ഗൈസ്, അടിപൊളിയായിട്ട് പഠിക്കുക. ലൈവ് ഒന്നും തന്നെ മിസ്സാക്കരുത്. ഓൾ ദ ബെസ്റ്റ്. കൂടെയുണ്ട്, അണ്ണൻ ഓൾവേസ് കൂടെയുണ്ട്. മികച്ച മാർക്ക് നമ്മൾ ഉറപ്പിച്ചിരിക്കും. ഒരു ഡൗട്ടും വേണ്ട. ഈ വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകളും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടുന്നതെങ്കിൽ മാർക്കും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ ഗൈസ്, ലവ് യു ഓൾ. ടേക്ക് കെയർ. കാണാം.